ഞാൻ ഇന്ന് ദിവ്യ ശ്രീധറിന്റെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ദിവ്യ ശ്രീധർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർക്ക് എന്തിനാണ് എത്തി നോക്കുന്നത്, എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നതെന്ന്. അതിനെ പറ്റിയിട്ട് ഒരു രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഇതൊന്നും മറ്റുള്ളവരിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരാൾ പോലും എത്തി നോക്കാൻ വരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യ ജീവിതങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതോ റീലായിട്ടോ അങ്ങനെയൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് റീച്ച് കുറയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു റീച്ച് ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയോ റീലോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ ഇപ്പോഴും നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ച കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ 4 ആളെ കൊണ്ട് ഇതൊന്ന് ചർച്ച ചെയ്യിക്കുക എന്ന് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖത്തിങ്ങനെ പാടും ഇതൊക്കെ കൊണ്ട് നിങ്ങൾ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടിയതാണോ ഒന്നും നമുക്കറിയില്ലല്ലോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇയാളെങ്ങാനും വല്ലതും കൊടുത്തതാണോ എന്നല്ലേ എല്ലാവരും കരുതുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും പബ്ലിക്കിൻ്റെ ഇടയിൽ കൊടുക്കുമ്പോഴേ അവർ പിന്നീട് എന്തെങ്കിലും വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോഴേ ആ ഒരു മനുഷ്യ നിങ്ങൾ പറയുന്ന യൂട്യൂബർ അയാൾ മോശമായിട്ടൊന്നും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അഭിപ്രായവുമില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിന് കൈ കടത്തുന്നു എന്നുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അതിനുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. നിങ്ങളൊരു സാധനം ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴേ, നിങ്ങളൊരു പബ്ലിക് ഫിഗറാണ്, അത് ഒരു വലിയ എന്താ പറയുക അറിയപ്പെടുന്ന സീരിയൽ താരമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിവാഹം മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേര് കഞ്ഞി കുടിച്ചാണ് നിങ്ങളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം. എന്താണെന്ന് വെച്ചാൽ നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെ കാണാനും അതിനൊക്കെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും, നിങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നല്ലോണം ആൾക്കാർ കാണാനുണ്ട്. അത് തന്നെയാണ് ഈ യൂട്യൂബർമാരുടെ ഇതും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ തംബ്ലൈനുകൾ നിങ്ങൾ നോക്കണം. അതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ കണ്ട ഒരു തംബ്ലൈനാണ്, ഒരു 8 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു. ദിവ്യ ഗർഭിണി, എല്ലാം എൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന, എല്ലാം എൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു തംബ്ലൈനാണ്. അത് നിങ്ങൾ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ കൊടുക്കാത്ത ആൾക്കാർ എന്താ, ആ ഇൻ്റർവ്യൂ കേൾക്കാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക? കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നുമില്ല. പക്ഷെ അവരെന്താ വിചാരിക്കുക? ഓ, ദിവ്യ ഗർഭിണിയായി ഇത്ര പെട്ടെന്ന്, ഓ ഇവരെ ഭാഗ്യം എന്നൊക്കെയല്ലേ വിചാരിക്കുക. എന്നിട്ട് ഇത്രയും നാളായിട്ട് എന്ന് പറഞ്ഞാൽ പ്രസവിച്ചില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറിവോടെയല്ലേ ഇടുന്നുണ്ടാവുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ തന്നെ പറഞ്ഞൂടെ, മോൻ ഇങ്ങനെയുള്ള ക്യാപ്ഷൻ ഉപയോഗിക്കല്ലേ, നല്ല രീതിയിലുള്ള ക്യാപ്ഷൻ ഉപയോഗിക്കുക. പക്ഷേ പിന്നെ ഒരാൾ കാണാനും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും വേണ്ടത് പൈസയാണ്. അത് നിങ്ങൾക്കായാലും ശരി, വേറെ ആൾക്കായാലും എല്ലാവർക്കും വേണ്ട പൈസയാണ്. പിന്നെ വേറെ ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും സീരിയൽ താരങ്ങളാണ്. പത്തരമാറ്റ് എന്നുള്ള സീരിയൽ ഞാനും കാണുന്നതാണ്. ഇതുപോലൊരു കുടുംബങ്ങൾക്ക് സീരിയൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മയോ എന്തെങ്കിലും ഒരു ഇതോ കൊടുക്കുന്ന ഒരു സീരിയലാകണ്ടേ. ക്രിസിനെ പോലെ ഒരാൾ അഭിനയിക്കുമ്പോൾ അയാളുടെ മുൻകാലത്തുള്ള ആ ഒരു പരിചയവും കാര്യങ്ങളും അയാളുടെ പേഴ്സണാലിറ്റിയും ഇതൊക്കെ വെച്ച് അഭിനയിക്കുമ്പോൾ ഈ പൈങ്കിളി സീരിയലിൽ നിന്ന് മാറിയിട്ട് നല്ല ജനങ്ങൾക്ക് ഗുണമുള്ള വല്ല വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരമായിട്ടോ ഉള്ള സീരിയലിൽ അഭിനയിച്ചൂടെ? കാണാൻ ആരും ഉണ്ടാവില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വേറെ പ്രശ്നമാണെന്നേ. പക്ഷെ എന്നാലും അങ്ങനെ അഭിനയിക്കാലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം പറച്ചൽ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കേണ്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ കീശ നിറയെ പൈസ. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇന്നലെ നിങ്ങളൊരു എറിഞ്ഞു, ആ കൊള്ളേണ്ട അടുക്ക് കൊണ്ടു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയിപ്പോൾ എന്തോ സംഭവിച്ചാലോ അല്ലെങ്കിൽ അടിച്ചു പിരിഞ്ഞാലൊന്നും ആർക്കും ഇല്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം എന്താ അറിയാ, ഇവരെന്തെങ്കിലും ആയിട്ട് കാണാൻ വേണ്ടിയിട്ടില്ല ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും സർക്കസ് കാണുന്നത് എന്തിനാ? അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാ. ഇവനിത് ഇപ്പം വീഴുമല്ലോ എന്നില്ല ചിന്താഗതിയോടല്ലേ നമ്മൾ കാണുന്നത്. അപ്പം അതാണ് സംഭവം. എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തന്നെയാണ്. ആ പൈസ ഉണ്ടാക്കാനും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഇപ്പം നിങ്ങൾ ആ റീലറിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ പരിക്കാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുഖത്തും ഇടയിലെ പരിക്ക് പറ്റിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു റീലിടുമ്പോൾ അത് അഭിനയമാണോ അല്ലെങ്കിൽ ഇയാൾ വല്ലതും ചെയ്തതാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള എല്ലാവർക്കും ആ ഒരു ഇതുണ്ട്. അത് നിങ്ങൾ പറയൂ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണ്ട, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തു ആയിക്കോളൂ, അങ്ങനെയാണെങ്കിൽ ആ റീലിടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം പല ആൾക്കാരെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കോല ഇപ്പോൾ യൂട്യൂബിൽ കിട്ടുന്നില്ലേ? അത് എന്തിനാണ്? അവർക്ക് റീച്ചിന് വേണ്ടി മാത്രമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സീരിയൽ നടന്മാറിന് എത്ര ആൾക്കാരുണ്ട്, അവരൊക്കെ ഫാമിലിനെയും കൊണ്ടുവന്നിട്ട് കോപ്രായം കാണിക്കുന്നുണ്ടോ? ഒരാൾ പോലും കാണിക്കുന്നില്ലല്ലോ. ഇപ്പം മനോജ് ആണെങ്കിലും ബീന ആൻ്റണി ആണെങ്കിലും അവർ ഭയങ്കരമായ മാതൃകാ ദമ്പതികളാണ് സീരിയലിലെ. അവരെവിടെയെങ്കിലും വന്നിട്ട് രണ്ടുപേരും കോപ്രായം കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒരു റീലിടുന്നതല്ലാതെ അവരെവിടെയും വന്നിട്ട് എപ്പോഴും നോക്കിയിട്ട് മൊത്തം കൊടുത്തോണ്ട് അതൊന്നും നിൽക്കയില്ല. നമ്മളെല്ലാവരും കല്യാണം കഴിഞ്ഞവർ തന്നെ, ഒരുപാട് ആൾക്കാർ കല്യാണം കഴിഞ്ഞ തന്നെ
കല്യാണം കഴിക്കുന്നത് എന്താണ്, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണിച്ചുകൊണ്ട് തുടങ്ങണം, അല്ലെങ്കിൽ ആൾക്കാരെ കണ്ട് ആ ഒരു ഉമ്മ കൊടുത്തതെന്ന് പറയുമ്പോൾ അങ്ങ് കൊടുക്കണം. അതല്ലല്ലോ, അത് സീരിയലിലും പിന്നെന്താ പറയേണ്ടത്, ഇങ്ങനെയെല്ലാം നടക്കൂ. അല്ലാതെ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് ഒരുപാട് ആൾക്കാർക്കൊന്നും അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാണ്. ഇപ്പൊ പല ആൾക്കാരും അങ്ങനെയാ പറയുന്നത്. പണ്ടൊരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുക്കൻ ഇതേപോലെ ഒരു കാറിലിരിക്കുന്നു. അങ്ങനെ കാറിലിരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ പെണ്ണ് വന്നിട്ട് നോക്കുമ്പോൾ ആ ചെറുക്കൻ എന്തോ ചെയ്യുന്നത് കണ്ടു. ആ പെണ്ണ് അവിടുന്ന് ചോദിച്ചപ്പോൾ മൈൻഡ് ചെയ്തില്ല. അവർ വീഡിയോ എടുത്തു, അവർ ആ പബ്ലിഷാക്കിയ ആ വീഡിയോയിൽ എന്താണ് പിന്നെ പറയുന്നത്, എന്താ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് എന്ന് കരുതിയിട്ട് നാട്ടുകാർ കാണുകയെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. നമ്മളെ ഒളിച്ച് ചെയ്യേണ്ടത് ഒളിച്ചിട്ട് തന്നെ ചെയ്യണം. അല്ല, മറ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒളിച്ച് ചെയ്യണതല്ല. ചെയ്യുന്നൊരു മറയല്ല, അത് മറ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആരെയെങ്കിലും എന്താ പറയുക രസിപ്പിക്കാൻ വേണ്ടിയിട്ടോ, ഇല്ല എൻ്റെ പ്രേക്ഷകരെ കാണണം, ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവൻ, അതായത് ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, അയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓൻ പറയും എന്നാൽ പിന്നെ ചേച്ചിക്ക് ഒരു കിസ് കൊടുക്കും, അപ്പം അതിൻ്റെ പോയിട്ട് ഇതാണോ ഒരു മനുഷ്യൻ വേണ്ടത്? അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്റ്റിനെ പോലെ ഒരാളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. കാരണം വെച്ചാൽ അയാൾ വലിയ മനുഷ്യൻ എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് എന്താ വെച്ചാൽ ഞാൻ അയാളെ മലബാർ ഗോൾഡ് ബ്യൂട്ടി മീൻസ് ഇതേ എനിക്കറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ മറ്റവൻ എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു, ഇവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരയുന്നതിലും നല്ലത് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഒരു സാധനം നമ്മൾ ഇടുമ്പോഴേ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കുക. നമ്മൾ നല്ല രീതിയിൽ നമ്മളെ എല്ലാവരും കാണുന്നതാണ്, അഭിപ്രായം പറയുന്നതാണ് എന്നുള്ളതിൽ മാത്രം ചെയ്യുക. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലെ മോശമായിട്ടുള്ള ഇത് ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് എടുത്തിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് അവർ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. അത് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തവരാണ്. പിന്നെ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എല്ലാം കൊടുക്കുന്നത് ഫ്രീ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ 42 മിനിറ്റുള്ള ഒരു വീഡിയോ 2 മില്യണും 3 മില്യണും ഓടുമ്പോൾ നല്ലൊരു തുക അവർക്ക് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പൈസയ്ക്ക് നിങ്ങൾക്ക് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കതറിയില്ല കൃത്യമായിട്ട്, അതിനിപ്പം നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ക്യാപ്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുക അവരോട്, ഇതാ എത്രയും പെട്ടെന്ന് പോകാൻ ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞൂടെ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ആൾക്കാർ കണ്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അയ്യോ എന്നിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴേ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇടപെടൂല, ഒരു കുഞ്ഞ് പോലും ഇടപെടൂല അങ്ങോട്ട്. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റീല് കണ്ട ഒരുപാട് ആൾക്കാർ ഇതെന്നെ ചോദിച്ചിട്ടുണ്ട്. അയാൾ പിന്നെ ഒരു പബ്ലിക്കായിട്ട് അതൊരു വീഡിയോ ആക്കി. അത് കണ്ടപ്പോൾ നമ്മൾക്കും തോന്നി ഇവർ നമുക്ക് സംശയം തോന്നി. അതന്നെ, ആ സംശയിക്കാമല്ലോ, മനുഷ്യന്മാർക്ക് സംശയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു വാൽക്കഷ്ണം എനിക്ക് പറയാനുള്ളത്, അവർ വിചാരിച്ചതും ഇതുപോലെയുള്ള ഒരു വൈറലാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും വൈറലാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ബൈ ബൈ.